ഇനി പൊന്നുമോള് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന ഒന്ന് കാണണം. നിനക്കെന്താ അച്ചു ബോധമില്ലേ? നട റോഡിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ഏട്ടാ, ഞാൻ മാപ്പ് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഈ വഴക്ക് പറയുന്നത്? നിൻ്റെ ഒരു മാപ്പ് വീട്ടിലൊന്ന് ചെല്ലട്ടെ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഏട്ടൻ പറഞ്ഞ വഴക്കുകൾക്കെല്ലാം മറുപടിയായിട്ട് ഞാനൊന്ന് മൂളുക മാത്രം ഞാൻ ചെയ്തു. കാറ് വീടിൻ്റെ ഗേറ്റും കടന്ന് അകത്തേക്ക് കയറിയപ്പോൾ എനിക്കെന്താ പാതി ശ്വാസം നേരെ വീണത് പോലെ തോന്നി. പോയി വാതിൽ തുറന്നിട്ട് ഏട്ടൻ എന്നെ പതിയെ കയ്യിലെടുത്തുകൊണ്ട് അകത്തേക്ക് കയറി ഹാളിലെ സോഫയിൽ കിടത്തി. കഴുത്തിൽ കെട്ടിയിരുന്ന ടൈ അഴിച്ചുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും മാലയിട്ട് വെച്ചിരിക്കുന്ന ചില്ലുപാത്രത്തിലേക്ക് നോക്കി ഏട്ടൻ